കുറച്ചധികം കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. ഇന്ന് സെപ്റ്റംബർ 21 ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. ഈ ഒരു ദിവസം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ദിവസം മുമ്പേ തന്നെ കിട്ടി. അത് തീർച്ചയായിട്ടും ഞാൻ ഒരു മോഹൻലാൽ ആരാധകൻ കൂടി ആയതുകൊണ്ടാണ്. ഇന്നലെ പ്രഖ്യാപിച്ച ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നമ്മളുടെ സ്വന്തം ലാലേട്ടന് കിട്ടിയതിൽ മലയാളികളായിട്ടുള്ള എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും മോഹൻലാലിൻ്റെ ഒരു എളിയ ആരാധകനായിട്ടുള്ള ഞാനും പങ്കുചേരുകയാണ്. ഈ ഒരു ഒക്കേഷനിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് മോഹൻലാൽ ആരാധകർ മാത്രമല്ല, മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ച താരം ആരാണെന്നുള്ള ആ ഒരു ഡിസ്കഷൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഈ വർഷങ്ങളേറെയായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവാർഡുകളുടെ അല്ലെങ്കിൽ അംഗീകാരങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ മമ്മൂക്ക അല്ലെങ്കിൽ ദ ലെജൻഡറി മമ്മൂട്ടി ആണ് ഏറ്റവും മുമ്പിൽ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പലരും പറഞ്ഞു കേൾക്കാറുള്ളത്, അല്ലേ? എന്നാൽ ഈ ഒരു കണക്കിൽ കുറച്ച് തിരുത്തുകളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം, ഒരു പക്ഷേ നിങ്ങളൊരു മമ്മൂട്ടി ആരാധകരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാനിത് പറയുമ്പോൾ തീർച്ചയായിട്ടും വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു രീതിയിലാണ്. ഈ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള അവാർഡുകൾ എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ, ഏറ്റവും മികച്ച നടനുള്ള നാഷണൽ ഫിലിം അവാർഡ്സിൽ തന്നെ പ്രത്യേക പരാമർശം എന്നുള്ളൊരു കാറ്റഗറി കൂടി ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ ഒരു കമ്പാരിസണിൽ ആഡ് ചെയ്യുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്, കേരള സ്റ്റേറ്റ് ഫിലിം ക്രിറ്റിക് അവാർഡ്സ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് സ്പെഷ്യൽ ജൂറി അവാർഡ്സ്, ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ആൻഡ് ഫിലിം ഫെയർ അവാർഡ്സ്. നാഷണൽ അവാർഡ്സിന്റെ കാര്യം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും മമ്മൂക്ക തന്നെയാണ് മുമ്പിൽ. 3 തവണയാണ് അദ്ദേഹത്തെ തേടി നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ എത്തിയിട്ടുള്ളത്. ലാലേട്ടൻ ഒട്ടും പിന്നിലല്ല, 2 തവണ ദേശീയ പുരസ്കാരം നേടിയ നടനാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. നാഷണൽ അവാർഡ് സ്പെഷ്യൽ മെൻഷൻ എന്നുള്ളൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ മമ്മൂക്കയ്ക്ക് ഇതുവരെ ഒരു സ്പെഷ്യൽ മെൻഷൻ അവാർഡ് പോലും കിട്ടിയിട്ടില്ല. മോഹൻലാൽ ഈ ഒരു കാര്യത്തിൽ അല്പം മുമ്പിലാണ്. 2 തവണ ദേശീയ പുരസ്കാരം, സ്പെഷ്യൽ മെൻഷൻ, സ്പെഷ്യൽ ജൂറി മെൻഷൻ എന്നുള്ള അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2 പേരും കട്ടയ്ക്ക് കട്ടയാണ്. 6 തവണയാണ് 2 പേരും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് നേടിയിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് സ്പെഷ്യൽ ജൂറി എന്നുള്ള കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും 2 പേരും കട്ടയ്ക്ക് കട്ടയ്ക്കാണ്. ഓരോ തവണ വീതമാണ് ഇവർ 2 പേരും, മമ്മൂട്ടിയും മോഹൻലാലും, അവാർഡ്സ് നേടിയിട്ടുള്ളത്. മലയാളത്തിൽ കൊടുക്കപ്പെടുന്ന മറ്റൊരു പ്രമുഖ അവാർഡാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ്. മമ്മൂട്ടി ഇത് 6 തവണ സ്വന്തമാക്കിയപ്പോൾ മോഹൻലാൽ ഇത് നേടിയത് 9 തവണയാണ്. ഇനി നമ്മൾ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് എന്നുള്ളൊരു കാറ്റഗറി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ചില ആളുകളൊക്കെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ വനിതാ ഫിലിം അവാർഡ്സും മനോരമ ഫിലിം അവാർഡ്സും എല്ലാം കൂടെ ആഡ് ചെയ്യണം എന്നുള്ളത്. 1993-94 കാലഘട്ടത്തിൽ തുടങ്ങി മലയാള സിനിമയിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവാർഡാണ് ഏഷ്യാനെറ്റിന്റെ അവാർഡ്. അപ്പോൾ ആ അവാർഡ് കൂടി ഈ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പെടുത്തിയേ പറ്റുള്ളൂ. ഈ അവാർഡുകളുടെ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് 10 തവണയാണ് മോഹൻലാലിനെ തേടിയെത്തിയിട്ടുള്ളത്. മമ്മൂക്കയെ തേടി ഈ അവാർഡ് 6 തവണ, അതായത് മമ്മൂക്ക 6 തവണയാണ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് നേടിയിട്ടുള്ളത്. ഇനി തീർച്ചയായിട്ടും മമ്മൂട്ടി ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു കാറ്റഗറി ഓഫ് അവാർഡ്സ് ആണ് ഫിലിം ഫെയർ അവാർഡ്സ് എന്നുള്ളത്. നാഷണൽ അറ്റൻഷൻ നേടുന്ന ഒരു ഫിലിം അവാർഡ്സ് കാറ്റഗറിയാണ്. ഈ ഫിലിം ഫെയർ അവാർഡിന്റെ സൗത്തിലെ കാറ്റഗറിയിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് മമ്മൂക്കയെ തേടിയെത്തിയത് 13 തവണയാണ്. എന്നാൽ മോഹൻലാലിന് ഫിലിം ഫെയർ അവാർഡ്സ് സൗത്ത് ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡ് വെറും 8 തവണ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇനി ഈ അവാർഡുകൾ മൊത്തം നമ്മളൊന്ന് എണ്ണി നോക്കുകയാണെങ്കിൽ, ഇത്രയും നേരം ഞാൻ പറഞ്ഞ അവാർഡുകളുടെ എണ്ണം എടുത്ത് കഴിയുമ്പോൾ മമ്മൂട്ടി നേടിയിരിക്കുന്നത് 35 അവാർഡുകളാണ്. മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുന്നത് 38 അവാർഡുകളാണ്. ആ കണക്കുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന ഒരാൾക്ക് ന്യായമായിട്ടും ഈ കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ വാദിക്കാം, അവാർഡുകളുടെ കാര്യത്തിലും ലാലേട്ടൻ തന്നെയാണ് മുമ്പിൽ. ചില ആളുകൾ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ആഡ് ചെയ്തത് ഫിലിം ഫെയർ അവാർഡ്സുമായിട്ട് ടാലി ഒപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ചോദ്യം. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ആയിക്കോട്ടെ, ഫിലിം ഫെയർ അവാർഡ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇൻഡിപെൻഡൻറ്റ് അവാർഡ്സ് ആണ്. ഇതൊന്നും ഒരു പെർട്ടിക്കുലർ ഗവൺമെൻറ് അംഗീകൃത ബോഡി കൊടുക്കുന്ന അവാർഡ്സ് അല്ല. അപ്പോൾ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ഞാൻ എടുത്തു മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫിലിം ഫെയർ അവാർഡ്സിൻ്റെ കാറ്റഗറി കൂടി ഞാൻ എടുത്തു മാറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിലും ലാലേട്ടൻ തന്നെയാണ് മുമ്പിൽ. അപ്പോൾ ഈ വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ മാത്രമാണ്. ഒരാളെ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ മറ്റേ ആളെ പൊക്കിയെടുക്കേണ്ടയോ ഒന്നും ഒരു ഉദ്ദേശം ഈ വീഡിയോയ്ക്കില്ല. തീർച്ചയായിട്ടും മോഹൻലാലിനെ ഞാൻ പറഞ്ഞ് പ്രശംസിച്ച് പൊക്കിയെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുപോലെ തന്നെ മമ്മൂക്ക എന്നുള്ള നടൻ്റെ കാലിബർ എന്താണ്, അദ്ദേഹം നേടിയെടുത്തിരിക്കുന്ന സ്ഥാനം എന്താണെന്നുള്ളതൊക്കെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ വസ്തുതകളായിട്ട് തന്നെ നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ്
ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ നാളെ പോസ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് എപ്പിസോഡ്. ഇറ്റ്സ് ബൈ ഫ്രം ജോട്ട് SP K.